വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഗോതയിൽ യു.ഡി.എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് പെരുമ്പാവൂർ സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം. നിലവിലെ എം.എൽ.എമാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയും I.C. ബാലകൃഷ്ണനും വീണ്ടും ജനവിധി തേടണമെന്ന ഉറച്ച നിലപാടിലാണ് KPCC എങ്കിലും ഇരുവർക്കുമെതിരെയുള്ള ക്രിമിനൽ കേസുകൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ മുദ്ര പതിപ്പിക്കേണ്ട ഹൈക്കമാൻഡ് ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വരാനിരിക്കുന്ന രാഷ്ട്രീയ ചിത്രം. ചർച്ചകൾക്കായി പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഇതിനോടകം തന്നെ ദില്ലിയിൽ എത്തിക്കഴിഞ്ഞു എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള പീഡന കേസ് കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വലിയ വിവാദങ്ങൾക്കും സങ്കീർണമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ച ഒന്നാണ്. ഒരു സ്കൂൾ അധ്യാപിക നൽകിയ പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് MLAക്കെതിരെ കേസെടുത്തത്. തന്നെ പല സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നും കോവളത്ത് വെച്ച് മർദ്ദിച്ചുവെന്നുമുള്ളതായിരുന്നു യുവതിയുടെ പ്രധാനപ്പെട്ട ആരോപണം. പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് പോലീസ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരാതി പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ കുറച്ചു ദിവസം അദ്ദേഹം ഒളിവിൽ പോയത് വലിയ വാർത്തയായിരുന്നു. ഇത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായി. പിന്നീട് കോടതി കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും രാജ്യം വിട്ടു പോകരുത് എന്നുമുള്ള നിബന്ധനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പീഡന കേസ് പ്രതിയെ വീണ്ടും ജനപ്രതിനിധിയായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയമായി എത്രത്തോളം ഗുണകരമാകുമെന്ന ചോദ്യം ഹൈക്കമാൻഡിന്റെ മുൻപിലുണ്ട്. സമാന രീതിയിൽ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലും പ്രതിസന്ധി ഒട്ടും കുറവല്ല. കോൺഗ്രസ് നേതാവ് MN വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബത്തേരി MLA I.C. ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയാണ് എന്നതാണ് പാർട്ടിയെ കുഴക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒരു നേതാവിന്റെ മരണം MLAക്കെതിരെ തിരിഞ്ഞത് പ്രാദേശിക തലത്തിൽ തന്നെ വലിയ അതൃപ്തിക്കും കാരണമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാണെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റം നേരിടുന്ന ഒരാളെ വീണ്ടും മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധം നൽകുന്നതിന് തുല്യമാകുമെന്നത് ഒരു വിഭാഗം നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുമ്പോൾ I.C. ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം കേന്ദ്ര നേതൃത്വത്തിന് എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. KPCCയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ MLAമാരെ മാറ്റുന്നത് മണ്ഡലത്തിലെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. എൽദോസും I.C. ബാലകൃഷ്ണനും തങ്ങളുടെ മണ്ഡലങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനമുള്ള നേതാക്കളാണ്. എന്നാൽ ദേശീയ തലത്തിൽ BJPക്കെതിരെ ധാർമ്മിക പോരാട്ടം നടത്തുന്ന കോൺഗ്രസിന് ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെ സംരക്ഷിക്കുന്നു എന്ന പഴി കേൾക്കുന്നത് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയവും ചർച്ചയാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുകയും ചെയ്തേക്കാം. എൽദോസ് കുന്നപ്പള്ളിയുടെ ദില്ലി സന്ദർശനം ഈ നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ നിന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തി സീറ്റ് ഉറപ്പിക്കുന്നതിനാണെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിലെ ഇടതുമുന്നണി ഈ സാഹചര്യം പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പീഡനക്കേസും ആത്മഹത്യാ പ്രേരണ കേസും ഉയർത്തിക്കാട്ടി UDFനെ പ്രതിരോധത്തിലാക്കാൻ CPM ഇതിനോടകം തന്നെ കച്ചമുറുക്കി തയ്യാറെടുത്തു കഴിഞ്ഞു. ഒരു വശത്ത് വിജയ സാധ്യതയും മറുവശത്ത് പാർട്ടിയുടെ ധാർമ്മിക നിലപാടുകളും തമ്മിലുള്ള വലിയൊരു വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ മണ്ഡലത്തിലും സാഹചര്യം നേരിട്ട് വിലയിരുത്തുകയും ചെയ്യുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും വിലപ്പെട്ടതാണെന്നിരിക്കെ ഈ രണ്ട് സീറ്റുകളിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെയും കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെയും നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുമോ അതോ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്.